യോ 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 ഗായ്സ്, ഇന്ന് നമ്മൾ വീട്ടിലുള്ള എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് കേടെടുത്താൻ പോവുകയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രൂപേഷ് ടെക് സോൺ. ഈ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ പ്രോഡക്റ്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പാക്കിങ്ങിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഈ ഒരു ബോക്സ് പുറത്തെടുക്കണമെങ്കിൽ ആദ്യം പുറമേ കാണുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യണം. ഞാനിപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യുകയാണ്. പ്ലാസ്റ്റിക് കവർ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോക്സ് നമുക്കൊന്ന് പുറത്തെടുക്കണം. ഗായ്സ്, നമ്മുടെ ബോക്സ് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ബോക്സ് പുറത്തെടുത്തപ്പോൾ തന്നെ നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് കണ്ടത്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിനി പെട്ടിയുടെ ഭംഗി അധികം നോക്കാൻ നിൽക്കാതെ ഈ ഒരു ബോക്സ് തുറക്കാൻ പോവുകയാണ്. ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈ എന്നാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം. ഗായ്സ്, നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കവർ കൂടെ നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ തറയിൽ ഉറപ്പിച്ച് വെക്കാനുള്ളൊരു സംഭവമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇതുപോലെ വലിച്ച് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. മോനെ, ബ്ലേഡിനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അത്ര മൂർച്ചയുള്ള പവർ സാധനമാണ്. 5 ബ്ലേഡുകളാണ് ഈ ഒരു സംഭവത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഞാനിനി ഈ ഒരു ബ്ലേഡ് ബോട്ടിൽ തന്നെ വെക്കുകയാണ്. അധികം നേരം കളിച്ചിരുന്നാൽ ഇനി കയ്യിലൊക്കെ മുറിയായിട്ടേ ബാക്കി പരിപാടി ഉണ്ടാവുള്ളൂ. ഞാൻ ഏതായാലും അടുക്കളയിലൊക്കെ പോയിട്ട് കുറച്ച് ഉള്ളിയും ക്യാരറ്റും തക്കാളിയൊക്കെ ഒന്ന് എടുത്തോണ്ടിട്ട് നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഞാൻ സവാളയാണ് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബ്ലേഡ് ഇതുപോലെ വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു സവാള 4 കഷ്ണങ്ങളാക്കിയതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സംഭവം ഇതിൻ്റെ ട്രാക്കിലേക്ക് ഇറങ്ങിയതിന് ശേഷം വേണം ഇടത്തോട്ട് നിങ്ങൾ തിരിച്ചുങ്ങാണ്ട് ഈ ഒരു അടപ്പ് ലോക്ക് ചെയ്യാനായിട്ട്. ഞാനിനി ഈ സംഭവം ഒന്ന് വലിച്ചു നോക്കുകയാണ്. ഈ ഒരു വെജിറ്റബിൾ എത്രത്തോളം കട്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. എൻ്റെ മോനെ മാസ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്കിന്ന് കൊടുത്തതുകൊണ്ട് നമുക്ക് കാണാനും കഴിയും. ഇനി ഞാൻ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത സവാളയും ക്യാരറ്റും ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എത്രത്തോളം കട്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. നല്ല നൈസായിട്ട് കട്ടായിട്ടുണ്ട്. ഇനിയും കൂടുതൽ തവണ നമ്മൾ ആ ഒരു സംഭവത്തിൽ വലിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം ഉപയോഗിച്ച് നമുക്ക് ചമ്മന്തി വരെ അരയ്ക്കാൻ പറ്റുമെന്ന്. ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാൻ ഞാൻ രൂപേഷ്, സൈനിങ് ഔട്ട്.